ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവാസികളുടെ ആത്മഹത്യ ഏറി വരികയാണ്. കഴിഞ്ഞ ദിവസം അമ്മ മരിച്ചെന്ന് അറിഞ്ഞതിന് പിന്നാലെ മലയാളി യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു. ഈ വാർത്ത ഏറെ വേദനയാണ് ഏവർക്കും നൽകിയത്. പിന്നാലെ ഇതാ പ്രവാസികളെ നൊമ്പരത്തിലാഴ്ത്തി മറ്റൊരു വാർത്ത കൂടി പുറത്തുവരികയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മൃതദേഹം എന്ന് നാട്ടിലെത്തുമെന്ന് ചോദിച്ച് ഫോൺ വിളി, പിന്നാലെ തൂങ്ങി മരണം. യുവാവ് ജീവനൊടുക്കിയ സംഭവം വിവരിച്ച് ദുബായിലെ ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയുടെ നൊമ്പരപ്പെടുത്തുന്ന കുറിപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. കൂടെയുള്ള ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് വ്യാഴാഴ്ച ഷാർജയിൽ നിന്നും സന്തോഷ് എന്ന യുവാവ് വിളിച്ചതെന്നും മൃതദേഹം എന്ന് നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നുമായിരുന്നു ചോദ്യമെന്നും അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തൂങ്ങിയാണ് മരിച്ചതെന്ന് സന്തോഷ് പറഞ്ഞപ്പോൾ എങ്കിൽ ഞായറാഴ്ച വൈകുന്നേരമാകും നാട്ടിലേക്ക് അയക്കാനെന്ന് മറുപടി നൽകുകയും ചെയ്തു. ഇതോടെ കമ്പനിയിലെ PRO വിളിക്കുമെന്നും ഞായറാഴ്ച തന്നെ സുഹൃത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കണമെന്നും പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുകയായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അഷ്റഫ് താമരശ്ശേരിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് വല്ലാത്ത തിരക്കായിരുന്നു. ഒന്ന് ട്രാഫിക് തിരക്കിൽപ്പെട്ടാലോ എവിടെയെങ്കിലും കുറച്ച് സമയം നഷ്ടപ്പെട്ടാലോ ഇന്ന് നാട്ടിലേക്ക് അയക്കേണ്ട മയ്യത്തുകൾ ഞായറാഴ്ചയിലേക്ക് മാറ്റപ്പെടും. അതിനാൽ ഓട്ടത്തിന് പുറകെ ഓട്ടമായിരുന്നു. ഇന്ന് 5 മയ്യത്തുകളാണ് നാട്ടിലേക്ക് അയച്ചത്. ഇതിനിടയിൽ എപ്പോഴോ ഒരു ഫോൺ കോൾ എനിക്ക് വന്നിരുന്നു. ഷാർജയിലെ സന്തോഷിന്റെ ഫോണായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം. കൂടെ താമസിക്കുന്ന ഒരാൾ മരണപ്പെട്ടു. എന്ന് നാട്ടിലെത്തിക്കുവാൻ സാധിക്കും? ഞാൻ സന്തോഷിനോട് ചോദിച്ചു, അയാൾ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന എന്റെ ചോദ്യത്തിന് മറുപടിയായി അയാൾ പറഞ്ഞു, തൂങ്ങിയാണ് മരിച്ചത്. എന്നാൽ ഞായറാഴ്ച വൈകുന്നേരമാകും നാട്ടിലേക്ക് അയക്കാനെന്ന് മറുപടി നൽകുകയും ചെയ്തു. കമ്പനിയിലെ PRO അഷ്റഫിക്കായെ വിളിക്കും. ഞായറാഴ്ച തന്നെ അയാളുടെ സുഹൃത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കണമെന്ന അപേക്ഷയുമായി അയാൾ ഫോൺ വയ്ക്കുകയും ചെയ്തു. ഏകദേശം രാവിലെ 10 മണിയാകും സന്തോഷിന്റെ ഫോൺ എനിക്ക് വന്നിരുന്നത്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് ഷാർജയിൽ നിന്നും സന്തോഷ് പറഞ്ഞത് പ്രകാരം ഒരാൾ വിളിച്ചു. ഇവിടെ ഒരു മലയാളി തൂങ്ങി മരിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നായിരുന്നു ചോദ്യം. വിളിച്ചയാളിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യവും അമർഷവും തോന്നി. രാവിലെ മരണപ്പെട്ടിട്ട് ഇപ്പോഴാണോ എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കുന്നതെന്ന് അല്പം നീരസത്തോടെ തന്നെ ഞാൻ ആ കമ്പനിയുടെ PROയോട് ചോദിച്ചു. രാവിലെയല്ല, മരിച്ചിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ എന്നയാൾ മറുപടി നൽകിയപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കമ്പനിയിലെ സന്തോഷ് രാവിലെ എന്നെ വിളിച്ചിരുന്നു. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആ PRO പറഞ്ഞു, അഷ്റഫിക്ക തൂങ്ങി മരിച്ചത് കായംകുളം സ്വദേശി സന്തോഷാണ്. അത് കേട്ടപ്പോൾ തന്നെ വിശ്വാസം വരാതെ ഒന്നുകൂടി ഞാൻ അയാളോട് ചോദിച്ച് ഉറപ്പുവരുത്തി. മരിച്ചത് സന്തോഷ് തന്നെയാണ്. സഹോദര, മരിക്കുവാൻ പോകുന്നത് നീയാണെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരുമായിരുന്നില്ലേ നിന്റെ അടുത്ത്? പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നങ്ങളാണ് ഈ ദുനിയാവിലുള്ളത്? എന്തിനായിരുന്നു എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞത്? എന്തായിരുന്നു നിന്റെ പ്രശ്നം? അതെന്നോട് പറയാമായിരുന്നില്ലേ? വളരെയധികം വേദനയോടെ അഷ്റഫ് താമരശ്ശേരി ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.